കാശുണ്ടാക്കാൻ തുടങ്ങിയപ്പോ അവളുടെ ഒരു തീർത്തു തരാണ് കണ്ടു ഞാൻ വരുമ്പോട്ടാളെ ഞാനിന്ന് തിരക്കില്ലാട്ടാച്ചാ, ഭാഗ്യം. എന്ന് വരാൻ പറഞ്ഞാന്ന് അച്ഛന് ഓർമ്മയില്ല. വാറുനേട്ടിനൊന്നും ഓർമ്മപ്പെടുത്താത്തൊരു കുറവുള്ളൂ. ഓരോരോ തിരക്കായിട്ട് നിൽക്കാൻ വയ്യെങ്കിലും തിരക്കിനൊരു കുറവില്ല. എത്ര പറഞ്ഞിട്ടും. ആയി ശരി. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇടയ്ക്ക് നല്ലൊരു വേദന വരും. അപ്പോ അച്ഛനൊന്ന് കിടന്നേ, ഞാനൊന്ന് നോക്കട്ടെ. കിടക്ക് കിടക്ക്. അച്ഛൻ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടെ. വലിച്ചു. ഇവിടെ വേദനയുണ്ട്. ഞാൻ വയറൊന്ന് പരിശോധിക്കട്ടെ. ഇവിടെ വേദനയുണ്ട് അച്ഛനെ? ഇവിടെയോ? അച്ഛ ഇനി എഴുന്നേറ്റോ കേട്ടാ. പറഞ്ഞേട്ടാ. തൽക്കാലം ഞാൻ മരുന്നൊന്നും എഴുതണം. മിഷൻ ആശുപത്രിയിലെ ഡോക്ടർ ടോണി ജോർജിന് ഞാനൊരു കത്ത് തരാം. അദ്ദേഹം ഒന്ന് പരിശോധിക്കട്ടെ. ഇമ്മാനുവലെ, നീ തന്നെ ചികിത്സിച്ചാ മതി. അതിനുള്ള രോഗങ്ങളെ എനിക്കുള്ളൂ. ഇനിയിപ്പോ കുറെ ചികിത്സിച്ചിട്ട് എന്തിനാ? വയസ്സ് 88 കഴിഞ്ഞ്. ഇനിയിപ്പോ തമ്പുരാൻ കർത്താവ് വിളിക്കുമ്പോ അങ്ങോട്ട് പോണം. പിന്നെ തമ്പുരാൻ കർത്താവിനൊക്കെ വലിയ വാറുണ്യേ. അതല്ല അച്ചോ, ഞാൻ ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട്. ടോണി ഡോക്ടർ ഒന്ന് നോക്കട്ടെ. അദ്ദേഹം സ്പെഷ്യലിസ്റ്റ് അല്ലേ? ഒന്ന് നോക്കുന്നോണ്ട് എന്താ. ഈ കവർ അവിടെ കൊടുത്താ മെല്ലെ. ശരി, പറഞ്ഞേട്ടാ. കുറച്ച് ടെസ്റ്റുകളും മരുന്നുകളൊക്കെ വേണ്ടി വരും. ശരി, ഇത് വെച്ചോ. ഇത് ചികിത്സയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണം. ശരി. കാശുണ്ടാക്കാൻ തുടങ്ങിയപ്പോ അവളുടെ ഒരു തീർത്തു തരാണ് കണ്ടു ഞാൻ വരുമ്പോട്ടാളെ ഞാനിന്ന് അഹങ്കാരം കിട്ടുന്ന കാശൊക്കെ പൂഴ്ത്തി വെക്കാം. സ്വന്തം കെട്ടും ചോദിച്ച കാലം തരില്ല. കാണിച്ചു തരാണ് നായിന്റെ മക്കളെ.
വാർണേട്ടനോ അച്ഛനെ കാണിച്ചിട്ട് ടോൺ ഡോക്ടർ എന്ത് പറഞ്ഞു? അതിന് ആര് കാണിച്ചു? ഡോക്ടർ തന്ന പൈസ കൊണ്ട് ശാലയിൽ പുതിയ മോട്ടോർ വെച്ചു, വെള്ളം ടാങ്കും വെച്ചു. വെറുതെ ഓരോ പണികൾ. അത് പറയാനാ വന്നേ. സാറൊന്ന് അവിടെ വരെ വരണം. അച്ഛന് തീരെ സുഖമില്ല. 2 ദിവസമായിട്ട് തീരെ വയ്യ, കിടന്ന കിടപ്പാ. ഓ, മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജീവിതം. എന്നാലും ഇങ്ങനെയുണ്ടോ? ഉണ്ട് പറഞ്ഞിട്ട. ഈശോയുടെ കൈകളാണ് അച്ഛനെ. ആരുമില്ലാത്തവരെ നേരെ നീളുന്ന ആ കൈകളുടെ സ്പർശമേറ്റവർ ഒരിക്കലും മറക്കില്ല. ആ സ്നേഹം ഒത്തിരി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും സ്വന്തം ശരീരത്തോട് ഇങ്ങനൊരു അവഗണന വേണ്ടിയിരുന്ന അച്ഛൻ. സ്വന്തം അങ്ങനെയൊന്നുണ്ടോടാ? ഞാനും നീയും വെവ്വേറെയാണെന്ന് കരുതുന്നത്, ഞാനും അവനും വെവ്വേറെയാണെന്ന് കരുതുന്നതിന് തുല്യമല്ലേ? ഇവിടെ അർഹിക്കുന്നവന് കൊടുക്കുന്നത് അങ്ങോട്ട് കൊടുക്കുന്നതിന് തുല്യമെന്നല്ലേ? മത്തായി 25:40 തിരുവചനം നീ പഠിച്ചിട്ടില്ലേ? എൻ്റെ ഏറ്റവും വലിയ സഹോദരന്മാരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നീ ചെയ്തു തന്നത്.